ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വാട്സപ്പിലെ ബീറ്റ വേർഷൻ നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ട്യൂട്ടോറിയലിനെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ, അതായത് നിങ്ങളുടെ മൊബൈലിൽ പോയിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ വാട്സപ്പ് ബീറ്റ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ ഇവിടെ ഓപ്പൺ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്, അതായത് അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ, അതുമല്ലെങ്കിൽ ഓപ്പൺ. പക്ഷേ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് എന്നുള്ള ഈ ബട്ടൺ അപ്പിയർ ആകാൻ വേറൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്കാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തത് കാരണമാണ്. നിങ്ങളിപ്പോൾ വാട്സപ്പ് ബീറ്റ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ഓപ്പൺ എന്നുള്ള ബട്ടൺ, അതായത് നിങ്ങളുടെ മൊബൈലിൽ കിടക്കുന്ന വാട്സപ്പിൻ്റെ വേർഷൻ മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്രോമിൽ പോവുക, അതായത് ഗൂഗിൾ ക്രോമിൽ, എന്നിട്ട് വാട്സപ്പ് ബീറ്റ എന്നടിച്ചു കൊടുക്കുക. അതിൽ ആദ്യം കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വെൽക്കം ടു ദ ടെസ്റ്റിംഗ് പ്രോഗ്രാം എന്ന്, യു ആർ എ ടെസ്റ്റർ. പക്ഷേ നിങ്ങൾ ഈ ഗൂഗിൾ ക്രോമിൽ ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ബിക്കം എ ടെസ്റ്റർ എന്നുള്ളൊരു ബട്ടണായിരിക്കും. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ ആ ബട്ടൺ പ്രസ് ചെയ്ത കാരണമാണ് ഈ വെൽക്കം ടു ദ ടെസ്റ്റിംഗ് പ്രോഗ്രാം എന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങളെന്ത് ഒരു കാര്യം ചെയ്യുക, ബിക്കം എ ടെസ്റ്റർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തിരികെ പോവുക. അതിനുശേഷം ഒരു മിനിമം 10 മിനിറ്റ് പിടിക്കും നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ അത് അപ്ഡേറ്റ് ആകാൻ. അതുമല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വീണ്ടും തിരിച്ചു വരിക. പ്ലേ സ്റ്റോറിൽ തിരിച്ചു വന്നിട്ട് വീണ്ടും വാട്സപ്പ് ബീറ്റ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. അതിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ അപ്ഡേറ്റ്. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പൺ എന്നുള്ള ബട്ടണേ കാണുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചെയ്ത ട്രിക്ക് ചെയ്താൽ മാത്രമേ ഈ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ലഭിക്കുള്ളൂ. അതിനുശേഷം അപ്ഡേറ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ബീറ്റ വേർഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവും. അതുപോലെ തന്നെ ആദ്യം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, ബീറ്റ വേർഷൻ ഈസ് ഓൾറെഡി ഫുൾ എന്നും പറഞ്ഞിട്ട്. നിങ്ങൾ ആ ട്രിക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ വരുള്ളൂ. ഓക്കെ, നിങ്ങളുടെ യു ആർ എ ബീറ്റ ടെസ്റ്റർ ഫോർ ദിസ് ആപ്പ് ഓസം എന്ന് പറഞ്ഞ് കാണിക്കും. എന്നിട്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ആദ്യമൊക്കെ നമ്മളെടുക്കുമ്പോൾ ഈ ബീറ്റ വേർഷൻ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, സ്റ്റിക്കർ എന്നുള്ളത്. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ചാറ്റ് ബോക്സിൽ പോയിട്ട് ഈ ഇമോജി പ്രസ് ചെയ്യുക. ഇമോജി പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ ഒരു ഇമോജി അല്ലെങ്കിൽ ജിഫ് എന്നുള്ള 2 ഓപ്ഷൻ മാത്രമേ കാണുള്ളൂ. ഈ ഒരു സ്റ്റിക്കർ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇതാണ് പുതിയ സ്റ്റിക്കർ ഓപ്ഷൻ, അത് ബീറ്റ വേർഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്റ്റിക്കർ ഓപ്ഷൻ പുതിയ ബീറ്റ വേർഷനിൽ കാണാൻ വേണ്ടി കൂടിയിട്ടാണ് നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്തത്. അതിനുശേഷം ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് സ്റ്റിക്കേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പ്ലസ് സിമ്പിൾ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു പ്ലസ് സിമ്പിളിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇനിയും ഒരുപാട് സ്റ്റിക്കേഴ്സ് ഓൺലൈൻ ത്രൂ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് അതായത് നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ചാറ്റ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഇമോജീസ് കൂടാതെ ഇതുപോലെ പുതിയ സ്റ്റിക്കേഴ്സ് കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മലയാളം സ്റ്റിക്കേഴ്സ് ഒരുപാട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ട്രോൾസ് വരുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. ആ സ്റ്റിക്കേഴ്സ് എങ്ങനെ നിങ്ങൾക്ക് ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സാധാരണ യൂട്യൂബ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ഓൾഡ് വേർഷൻ റിമൂവ് ചെയ്യണം, എന്നിട്ട് ന്യൂ വേർഷൻ വീണ്ടും അപ്ലോഡ് ചെയ്യണം, അതുപോലെ തന്നെ ബാക്കപ്പ് എടുക്കണം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതാണ് ഏറ്റവും സിമ്പിൾ വേർഷൻ ആയിട്ടുള്ള വീഡിയോ. അതായത് ബീറ്റ വേർഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വേർഷൻ ഇതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ട്. ഒരുപാട് പേർക്ക് യൂസ് ഉള്ള ഒരു വീഡിയോ കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ചാനൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ മലയാളം സ്റ്റിക്കേഴ്സ് എങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ വാട്സപ്പിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ള വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യുക.